ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് KTDC ചെയർമാൻ PK ശശി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതെന്ന്. അതൊരു അപരാധമാണോ? സോഷ്യൽ മീഡിയയിൽ PK ശശിയെയും സർക്കാരിനെയും പൊങ്കാലയിടുകയാണ്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചാലും CPM നേതാക്കൾക്ക് വേണ്ടിയുള്ള ദൂർത്ത് തുടരും. ക്ഷേമ പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. പക്ഷേ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് KTDC ചെയർമാനും CPM നേതാവുമായ PK ശശിക്ക് രാജ്യാന്തര ട്രേഡ് ഫെയറിൽ പങ്കെടുക്കാൻ 3 രാജ്യങ്ങൾ സന്ദർശിക്കാം എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലിരുന്ന് ചില കോൺഗ്രസ് സൈബർ പോരാളികൾ ഛർദ്ദിക്കുന്നത്. സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താനാണ് PK ശശിക്ക് സർക്കാർ അനുമതി നൽകിയത്. ഈ മാസം 22-ാം തീയതി മുതൽ ഫെബ്രുവരി 11-ാം തീയതി വരെയാണ് സന്ദർശനം. യാത്രയ്ക്കുള്ള തുക KTDC ബജറ്റ് വിഹിതത്തിൽ നിന്ന് ചെലവഴിക്കും. ലക്ഷങ്ങളാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവാവുക. എന്നാൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുന്ന യാത്രയാണിത്. നേരത്തെ ഇത്തരം പരിപാടികളിൽ ടൂറിസം മന്ത്രിയും പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പോകുന്നില്ല. സ്പെയിനിലെ മാഡ്രിഡിൽ ജനുവരി 24 മുതൽ 28 വരെയാണ് ട്രേഡ് ഫെയറും ബിസിനസ് ടു ബിസിനസ് മീറ്റും നടക്കുന്നത്. സ്പെയിനിലെ ബാർസലോണയിൽ 30-നാണ് പരിപാടി. ഇറ്റലിയിലെ മിലാനിൽ ഫെബ്രുവരി 1-നും ഫ്രാൻസിലെ പാരീസിൽ ഫെബ്രുവരി 6-7 തീയതികളിലാണ് പരിപാടി. ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥരും വിദേശയാത്രയ്ക്ക് പോകുന്നുണ്ട്. കേരള ടൂറിസത്തിൻ്റെ സാധ്യതകൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാനാണ് യാത്ര. കേരള ടൂറിസം ഉയർച്ചയിലാണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് ഫെയർ സാധ്യത കൂടുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൻ്റെ വികസനത്തിന് ടൂറിസം പദ്ധതികൾ ഒരു കൈത്താങ്ങാണ്. ദോഷം പറയരുതല്ലോ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം രംഗത്തൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിലയിരുത്തുന്നതിന് പകരം വിദേശ യാത്രകൾ വിനോദയാത്രയാക്കി മാറ്റുന്ന സൈബർ പോരാളികളെ മുക്കാലിൽ കെട്ടിയടിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതികരണമാണ്.